ഹലോ അസ്സലാമലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ നമ്മളെ ചുറ്റുപുറം പ്രകൃതി ദുരന്തങ്ങളാണ്. പ്രകൃതി ദുരന്തങ്ങളെ തൊട്ട് പഠിച്ചോ നമ്മളെല്ലാവരെയും കാക്കട്ടെ. ഉറ്റവരും ഉടയവരും ഒക്കെ നഷ്ടപ്പെട്ടവർക്ക് ക്ഷമിക്കാനുള്ള കഴിവും ക്ഷമയും ഒക്കെ കൊടുക്കട്ടെ എന്ന് പഠിച്ചവനോട് നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മളൊരു വീഡിയോ തുടങ്ങുകയാണ്. ഇതൊരു കുഞ്ഞു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഇതൊരു നാടൻ റെസിപ്പി ആയപ്പോൾ നമ്മൾ ഇട്ടതാണ്. ഇന്ന് വീഡിയോ ഇടാൻ വിചാരിച്ചതൊന്നുമല്ല. അപ്പോൾ നമ്മൾ രാവിലെ തീയൊക്കെ പിടിപ്പിച്ച് കൈയൊക്കെ നല്ല ഒന്ന് ചൂടാക്കുകയാണ് കേട്ടോ. 2 ദിവസമായില്ലേ മഴ പെയ്തങ്ങാണ്ട്. മഴ പെയ്ത് നോക്കുമ്പോൾ പിന്നെ മഴയോട് മഴയാണല്ല. അപ്പോൾ ഇതാ നമ്മൾ നല്ല റെസിപ്പിയാണ് ഉണ്ടാക്കേണ്ടത്. അപ്പോൾ നമ്മളെ മുറ്റത്തും തൊടിയിലും ചെടീൻ്റെ കൂട്ടത്തിലൊക്കെ ഉണ്ടാവും തുളസിയില. നല്ല ഔഷധ ചെടിയുള്ള തുളസിയില. അപ്പോൾ കർക്കിടക മാസത്തിൽ ഇതിന് നല്ല ഔഷധങ്ങൾ ഉണ്ടാവുമെന്ന് നമുക്ക് ഉറപ്പാണ്. അപ്പോൾ നമ്മളത് വെച്ചുകൊണ്ടാണ് നമ്മളിന്ന് ഉണ്ടാക്കേണ്ടത്. അപ്പോൾ നിങ്ങൾ വീഡിയോ ഒക്കെ ഒന്ന് ഫുള്ളായിട്ട് കണ്ടു നോക്കി ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പം നല്ല പച്ചപ്പൊക്കെ ഉണ്ടല്ലോ അല്ലേ, നല്ല ഇലകളൊക്കെ നല്ല പച്ചപ്പും നല്ല ഔഷധങ്ങൾ കൂടിയ സമയമല്ലേ. അപ്പോൾ അതാ നമ്മൾ അതിൻ്റെ തൂമ്പലൊക്കെയാണ് പറിച്ചെടുക്കുക കേട്ടോ. അപ്പോൾ തുളസിയിലൊക്കെ ഒന്നും പഞ്ചമില്ല. വേനൽക്കാലത്ത് ഇവിടെ തുളസിയില കാണേനില്ല. പിന്നെ മഴ പെയ്യുമ്പോൾ ഇവിടുന്നൊക്കെയാണ് മുളച്ച് പൊന്തൽ തുടങ്ങും. അപ്പോൾ നമ്മൾ കുറച്ച് ഇലയൊക്കെ നമ്മൾ നുള്ളി പറിച്ചിക്കണേ. അപ്പോൾ തന്നെ നമ്മൾ അതിലേക്കുള്ള കൂട്ടുകളാട്ടെ നമ്മൾ ഉണ്ടാക്കേണ്ടത്. അപ്പോൾ അതിലേക്കൊരു സ്പൂണ് കുരുമുളക്, മുഴുവൻ കുരുമുളക് കിട്ടുക. അപ്പോൾ നമ്മൾ ഉണ്ടാക്കാൻ പോണത് തുളസിയില രസമാണ് കേട്ടോ. അപ്പോൾ അത് ചോറിൻ്റെ കൂടെയും കഴിക്കുക. പിന്നെ പനിയ ജലദോഷം ഉണ്ടെങ്കിൽ അതിനും പറ്റും. നമുക്ക് ഒറ്റക്കും കുടിക്കുക. എല്ലാത്തിനും പറ്റിയ ദഹനം കിട്ടാനും ശോധനക്കുറവുണ്ടെങ്കിൽ അതിനും എല്ലാത്തിനും പറ്റൂട്ടാ. അപ്പോൾ ഈ കർക്കിടക മാസത്തിൽ ഇതൊന്ന് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കേണ്ടി. തുളസിയിലേക്കൊന്നും യാതൊരു പഞ്ചും ഉണ്ടാവില്ല. എല്ലാവരും തൊടിയിലൊക്കെ ഉണ്ടാവും. അപ്പോൾ അതാ നമ്മൾ കുരുമുളക് വല്ലാതെ പൊടിക്കണില്ല. അപ്പോൾ ഒന്ന് ചതക്കണുള്ളൂ കേട്ടോ. അപ്പോൾ ഇതൊരു സ്പൂണ് കുരുമുളക് ഞാൻ ചതച്ചെടുക്കുകയാണ്. അപ്പോൾ അത് നമുക്ക് ഒഴിച്ച് വെക്കുക. അപ്പോൾ നമ്മൾ ബാക്കിയുള്ളതൊക്കെ ഉണ്ട് ചതച്ചെടുക്കുക. ഒന്നും മിക്സിൻ്റെ തീരിട്ടുകാണ്ട് അരക്കുമ്പോൾ വല്ലാതെ അരിഞ്ഞു പോകും. അതിനായിട്ട് നമ്മൾ ചതക്കേണ്ടത്. അപ്പോൾ ഒരു കഷ്ണം ഇഞ്ചിതാ അതുകൊണ്ട് ചതച്ചെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ അത് ചതച്ചെടുത്ത് ഇനി നമുക്ക് പിന്നെ വെളുത്തുള്ളി ഒരു 5-6 അല്ലി നമ്മൾ എടുത്തുക്കണേ. അത്യാവശ്യം വലിപ്പമുള്ള വെളുത്തുള്ളി തന്നെയാണ് കേട്ടോ അത്. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട് ഇട്ടത്. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കേണ്ടി. അതിന് നിങ്ങൾ ഫുള്ളായിട്ടൊക്കെ ഒന്ന് കണ്ടു നോക്കി. അപ്പോൾ ഇതെല്ലാവരും ഒന്നും എപ്പോഴും ഉണ്ടാക്കാത്തതല്ലേ. അപ്പോൾ ഒന്ന് ഉണ്ടാക്കി നോക്കി. അതിന് ജലദോഷ പനി ഉണ്ടെങ്കിൽ അതിനും പറ്റും, എല്ലാത്തിനും പറ്റൂട്ടാ. അപ്പോൾ നമ്മളിതാ ഒരു 8-10 ചെറിയ ഉള്ളിയും ചതച്ചെടുക്കുന്നുണ്ട്. ഒക്കെ ഒന്ന് ചതച്ചാൽ മതി. അപ്പോൾ അതൊക്കെ ഉണ്ട് ചതച്ച് റെഡിയാക്കിക്കണം. തന്നെ നമുക്കൊരു ചട്ടി അടുപ്പത്ത് വെക്കാം. അപ്പോൾ ഞാൻ അടുപ്പ് കഴിഞ്ഞിരിക്കണം. അപ്പോൾ അടുപ്പത്ത് വെക്കുമ്പോൾ നമുക്ക് ക്യാമറയ്ക്ക് കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഞാൻ ഗ്യാസുമ്മക്ക് തന്നെ വെച്ചിട്ടാണ്. അപ്പോൾ നമ്മൾ മൺചട്ടി ആട്ട വെച്ചിട്ടുണ്ടത്. അപ്പോൾ ലേശം വെളിച്ചെണ്ണ ഒഴിച്ച് കാണ്ട് ഇനി കുറച്ച് കടുക് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇതാ നമ്മൾ ലേശം കടുക് ഇട്ട് കൊടുത്തിക്കണേ. അപ്പോൾ അതൊന്ന് മൂത്തതിന് ശേഷം ഒരു 1/2 സ്പൂണ് ഉലുവ അരിക്ക് ഇട്ട് കൊടുക്കട്ടോ. അപ്പോൾ നമ്മളിന്ന് വീഡിയോ ഇടാൻ വിചാരിച്ചിട്ടില്ല. അപ്പോൾ ഇതൊരു നാടൻ റെസിപ്പി അല്ലേ, അതുകൊണ്ട് ഇട്ടതാട്ടാ. പിന്നെ നമ്മൾ നല്ല ഫുഡൊന്നും ഉണ്ടാക്കിക്കാണ്ടൊന്നും ഈ സമയത്ത് ഇടാൻ പാടില്ല. അപ്പം പിന്നെ ഒന്നും ഉണ്ടാക്കിയിട്ടുമില്ല. അപ്പോൾ നമ്മൾ നാടൻ റെസിപ്പി ആയപ്പോൾ ഒന്ന് ഇട്ടതാണ്. അപ്പോൾ എല്ലാവർക്കും ഒന്ന് കണ്ടു നോക്കാം, ഉപകാരപ്പെടുന്നു വിചാരിച്ച് കണ്ട് ഇട്ടതാണ്. അപ്പോൾ കടുകിട്ട് മൂർത്തിൻ്റെ ശേഷം 1/2 സ്പൂണ് ഉലുവ ഇട്ട് കൊടുത്ത് ഒരു 2-3 വറ്റൽ മുളകും ഞാൻ ഇട്ട് കൊടുത്തിരിക്കണം കേട്ടോ. അപ്പോൾ പിന്നെ അതാ നമ്മൾ വെളുത്തുള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട്, ഇഞ്ചി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് ചെറിയ ഉള്ളി അതിക്കിട്ട് കൊടുക്കുക. ഒക്കെ ഒന്ന് വഴണ്ടി വന്നോട്ടെ. വല്ലാതൊന്നും ചോക്കൊന്നും വേണ്ട, ഒന്ന് വാടി വഴണ്ടി വന്നോട്ടെ കേട്ടോ. അപ്പോൾ അതൊക്കെ അത് റെഡി ആക്കണേ. അപ്പം നമുക്ക് ഇന്ന് പാകത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒന്ന് ശരിയായി വന്നോട്ടെ. അപ്പം ഇതാ 1 സ്പൂണ് മുളക് പൊടി, എരിവ് കുറഞ്ഞ മുളക് പൊടിയും 1 സ്പൂണ് മല്ലിപ്പൊടിയും 1 സ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ അതൊന്ന് ഇട്ടുകാണ്ട് അതിൻ്റെ പച്ചച്ചോയൊക്കെ മാറിക്കോട്ടെ. അപ്പോൾ ഒന്നുണ്ട് നല്ലോണം വാട്ടി വന്നോട്ടെ കേട്ടോ. അതിന് ശേഷം നമ്മളിതാ കുറച്ച് വെള്ളം ഒഴിച്ചെടുക്കുന്നുണ്ട്. പിന്നെ നമ്മളൊരു നെല്ലിക്കൻ്റെ വലുപ്പത്തിലുള്ള പിന്നെ പുളി വെള്ളത്തിലിട്ട് കേട്ടോ. അപ്പോൾ അത് ഓർമ്മയില്ലാതെയാണ് ഞാൻ ആദ്യം വെള്ളം ഒഴിച്ചെടുത്തത്. അപ്പോൾ അത് നല്ല ചുടുവെള്ളം പാരുന്നൊക്കെ നല്ല പൊതിർത്തി വെച്ചത് പുളിയാണ് കേട്ടത്. അപ്പോൾ ആ പുളിൻ്റെ വെള്ളം ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ അത് ഒഴിച്ചതിന് ശേഷം പിന്നെ വെള്ളം ഒഴിച്ചാൽ മതി. അപ്പോൾ വെള്ളമൊക്കെ കുറച്ച് വേണം കേട്ടോ. അപ്പോൾ ഇതിങ്ങനെ തിളച്ച് നമുക്ക് കുടിക്കാനൊക്കെ ഉണ്ടാവുള്ളൂ. അപ്പോൾ നമ്മൾ ചോറ്റയ്ക്ക് ഒഴിച്ച് കൂട്ടുക, കുടിക്കുകയും ചെയ്യാം. രസം കഴിക്കേണ്ട എല്ലാവർക്കും അറിയണ്ടല്ലേ. അപ്പോൾ ആ പുളിവെള്ളം അതിക്ക് ഒഴിച്ച് കൊടുത്ത് നല്ല നാടൻ പുളിയാണ്. അപ്പോൾ നമ്മളൊരു തക്കാളി കുറച്ച് വലിയ പീസാക്കി കണ്ട് തന്നെ അതിക്കിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിങ്ങനെ വലിയതായി അതിലിങ്ങനെ മുങ്ങിൻ താന്നും കിടന്നോട്ടെ. അപ്പോൾ ഒന്ന് അടച്ച് വെച്ച് കാണ്ടി നമുക്ക് വേവിക്കട്ടത്. 2 മിനിറ്റ് അടച്ച് വെച്ച് കാണ്ട് ഒന്ന് നന്നായി ഒന്ന് വെന്തോട്ടെ. അപ്പോൾ അതൊക്കെ വെന്തതിന് ശേഷം നമുക്ക് ലാസ്റ്റ് ഇട്ട് കൊടുക്കാനുള്ളതാണ് കേട്ടോ കുരുമുളക് പൊടി. കുരുമുളക് ചതച്ചത്, പൊടിയാക്കണ്ട.
അപ്പോൾ ചതച്ചതായിക്ക് ഇട്ട് കൊടുത്ത് ഇനി നമുക്ക് നല്ല ഒരു സ്പൂണ് കായപ്പൊടി ഇട്ട് കൊടുക്കുക. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരാരെങ്കിലും നമ്മളെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ആ ബെല്ലിൻ്റെ ഓളുമലൊന്ന് അമർത്താനും ഒന്നും മറക്കരുത്, മടിച്ച് നിൽക്കരുത്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം. അപ്പോൾ നമ്മളതിൻ്റെ ഒറ്റ കൈക്ക് പൊടിൻ്റെ ഇട്ടാൽ തുളസിയില. അപ്പോൾ ലാസ്റ്റ് അതാട്ട് ഇട്ട് കൊടുക്കേണ്ടത്. അപ്പോൾ അതിട്ട് കൊടുത്തുകൊണ്ട് ഒന്ന് തിളച്ചോട്ടെ. അപ്പോൾ ഒന്ന് മൂടിൻ്റെ ശേഷം ഒന്ന് വാടുമ്പോൾ തന്നെ അത് അതിലൊന്ന് പോകട്ടാ. പിന്നെ നമ്മൾ ഇത് കൂട്ടാത്ത നേരത്ത് മല്ലിയിലുള്ള കൂട്ടൽ, മല്ലിയില കൂട്ടണീന് പകരമാണ് ഇത് കൂട്ടേണ്ടത്. അപ്പോൾ ഇത് നല്ല ടേസ്റ്റ് ഉണ്ട്, നമുക്ക് ഇങ്ങനെ കുടിക്കാനും ഒക്കെ തോന്നിപ്പോവും. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കേണ്ടി. ഔഷധങ്ങൾ കൂടും, പ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കും. അപ്പോൾ അതൊക്കെ എല്ലാവരും ചെയ്ത് നോക്കേണ്ടി. അപ്പോൾ ഞാൻ അത് ലേസം ഒന്ന് നാമച്ച് നോക്കാൻ വേണ്ടിയിട്ട് ഇട്ടതാണ്. അപ്പോൾ അത്യാവശ്യം കട്ടിയുണ്ട്, ഒരു കറിൻ്റെ ഒരു കട്ടിയൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് നമ്മൾ ഇനിയും വരും ഇൻഷാ അല്ലാഹ്. ഇനി നമ്മൾ അടുത്ത റെസിപ്പി ആയിട്ട് ഒന്നുകൂടി വരണ്ടേ. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കേണ്ടി. താങ്ക് യു ഫോർ വാച്ചിങ്.